നിങ്ങളിത് കണ്ടോ, ഒരാൾ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ബൈബിള് വായിക്കുന്നതാണ്. സമയം ഇപ്പോൾ 8:15. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ പോകുന്നു, പക്ഷേ ട്വിസ്റ്റ് അവിടെ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എൻ്റെ പേര് ലിറ്റി ജസ്റ്റിൻ, നമ്മുടെ ചാനലിൻ്റെ പേര് ലിറ്റി ജസ്റ്റിൻ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം വീഡിയോ കാണാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നാടകം ഇവിടെ ആരംഭിക്കുകയാണ്. കഥ ജസ്റ്റിയുടെ ഓഫീസിൽ പോക്ക്. നന്നായി. അങ്ങനെ പാത്രത്തിൽ എണ്ണ ഒഴിക്കാൻ മുട്ട ഇടാൻ പറ്റുന്നേ. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക ബോധം. മസാല വേറെ വല്ലതും ഇട്ടായിരുന്നില്ലല്ലോ, ഞാൻ ഇട്ടതല്ലേ ഉള്ളൂ. അതിന് രാവിലെ ദോശ കഴിക്കാതെ ചോറ് കഴിക്കുന്നേ. സമ്മതിക്കണം കേട്ടോ. എങ്ങനെ പറ്റുന്നുണ്ടോ എനിക്കിങ്ങനെ രാവിലെ ചോറ് കഴിക്കാൻ? അല്ല, അങ്ങനല്ല. നമ്മൾ നാട്ടിലൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കുന്നതാണ്. ജോലിക്ക് പോകുന്നതിനും ഓഫീസിൽ പോകുന്നതിനും ചോറും കിട്ടും. അതിനിവിടെ പ്രസക്തിയില്ല, അതിന് കഴിക്കാമല്ലോ. ഇങ്ങനെ പോയാൽ ജസ്റ്റ് ചോറിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആക്കുമായിരിക്കും. 3 നേരവും ചോറ്. അതിന് ഷർട്ടിൻ്റെ ബട്ടൺസ് ഒന്ന് അഴിച്ചിട്, ടക്കും ചെയ്ത് വെച്ചിട്ട്. അല്ല, കൈയുടെ അത് പറ്റിയല്ലേ? ജസ്റ്റ് ഒന്ന് ഓഫീസിൽ പോയിട്ട് കിടക്കണമെന്ന് വിചാരിച്ചാൽ ഞാൻ ഈ കുത്തിയിരിക്കുന്നത്. ഇപ്പോഴെങ്ങാനും പോവോ? സമയം 9:20. പണ്ടാരം പിടിക്കാൻ ആശ്വാസം. അല്ല, രാവിലെ എനിക്ക് ഇച്ചിരി കഞ്ഞി കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാൻ പറഞ്ഞപ്പോൾ സാർ എന്നാ പറഞ്ഞേ, ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൾക്കാരവർക്കും പാവം ജസ്റ്റ് മോൻ. ആ ചിരി ഉണ്ടോ? അതിലെല്ലാവരും മയക്കേക്കും. പാവമുണ്ട്, രാവിലെ ഓഫീസിൽ ഒത്തിരി പണിയുണ്ടോ, നേരത്തെ പോകണമെന്ന്. ഇതാണ് നേരത്തെ പോകുന്ന സമയം. നോക്ക്, 9:20. ഇതേ കാലേ സോക്സ് പോലും ഇട്ടിട്ടില്ല. 8:20 ചോറ് തിന്ന് കുത്തിക്കയറ്റുന്നിട്ടപ്പോൾ ഞാൻ ഇപ്പം പോവായിരിക്കും. സമ്മതിക്കണോടാ നിന്നെയൊക്കെ. ഞാൻ പറഞ്ഞേ, നോക്കണ്ടെന്നെ. ഒരു മനുഷ്യന് അസുഖമെങ്കിലും വരുമ്പോൾ സമാധാനത്തോടെ കിടക്കാൻ പറ്റും. ഞാൻ കിടന്നോളാം. പോകുന്നില്ലേ? ഞാൻ അടിച്ചിറക്കണമായിരിക്കും. വണ്ടി സർവീസിങ്ങിന് കൊടുത്തേക്കുക. അതിന് ബസ്സൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ കയറി ഇങ്ങ് പോകണം. റോയ്സ് ചിരിക്കുന്ന പോലെ ഇങ്ങനെ. എങ്ങനെ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടില്ലേ? അതിലൊന്നും കൊച്ചു മുതലാളി പോവുകയല്ലായിരിക്കും അല്ലേ? അല്ല ജസ്റ്റ്, ഞങ്ങൾക്കൊക്കെ പഞ്ചിങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നിങ്ങളുടെ കമ്പനിയിൽ ഞാൻ വല്ല ചായ എടുപ്പുകാരിയായിട്ട് വന്ന് നിൽക്കാം, എനിക്കിവിടെ ഒരു ജോലി തരുമോ? ഞങ്ങൾ മാസത്തിൽ 2-3 പ്രാവശ്യം പഞ്ചിൻ ലേറ്റായ നമുക്ക് വാണിംഗ് വരും. നിങ്ങൾക്ക് എന്ത് ചെയ്ത് ഇങ്ങനെ? ഒന്നുകൂടെ പറഞ്ഞേ. ടാലന്റ് അക്വസിഷൻ. അപ്പോൾ ആരെങ്കിലും ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ CV ജസ്റ്റ് മെയിൽ ഐ ഡി എന്നാ പറ. വാട്സപ്പാ? ആർക്ക് എങ്ങനെ ഒരു മെസ്സേജ് അയക്കും? ഇൻസ്റ്റയിലോ അതോ യൂട്യൂബിലോ? അവർ മെസ്സേജ് അയക്കണമെങ്കിൽ മെയിൽ ഐ ഡി പറയണ്ടേ? യൂട്യൂബിൽ അങ്ങനെ അയക്കാൻ പറ്റൂ? അങ്ങനെയുള്ള ഒരു യൂട്യൂബ് ഇട്, നമ്മൾ മെയിൽ ഐ ഡി തരാമെന്നോ? ഓക്കെ, എന്നാൽ ഞാൻ യൂട്യൂബിൽ ജസ്റ്റ് മെയിൽ ഐ ഡി കൊടുത്തേക്കാം. ഓക്കെ, അത് നല്ലൊരു പോയിൻ്റാണ് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഇരുന്നുകൊണ്ട് അത്രയെങ്കിലും ഗുണമുണ്ട്. ഇതിന് UA എക്സ്പീരിയൻസ് വല്ലതും വേണോ? ആണോ? പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾ നോക്കുന്നത്? ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തോ? ആണോ? ഓക്കെ, ജസ്റ്റ് അങ്ങനെ പതൊക്കെ പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഉറക്കെ പറയാ ജസ്റ്റ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാന്നൊക്കെ പറഞ്ഞാൽ കേൾക്കും. ജസ്റ്റ് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ ഞാൻ അതേ പറയുന്നുള്ളൂ. എത്ര രൂപ നിങ്ങൾ ശമ്പളം കൊടുക്കും? കോൺഫിഡൻഷ്യൽ. ഓക്കെ.
പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്ന കണ്ട് ആരും കുന്തളിക്കണ്ട. ജസ്റ്റ് പോകുന്ന പോലെ ഓഫീസിൽ 9:30 പോകുന്നെന്ന് വിചാരിച്ചാരും കുന്തളിക്കണ്ടെന്നല്ലേ. ഞാൻ ആള് വേറെയാണ്, എനിക്ക് കമ്പനിയുടെ റൂള് വേറെയാണ്. ഇങ്ങനുണ്ടോ മനുഷ്യന്മാര്? ജസ്റ്റ് ആരാ ജസ്റ്റ് സൂര്യജാതി പൊളിച്ച ജസ്റ്റ് ഞാൻ പറഞ്ഞേ ബസ്സിന് പോവോ? ഈ റോഡിൽ കൂടെയുള്ള ബസ് അവിടം വരെ കാണും. ഈ ഒരു അവിടം വരെ പോകാനല്ലേ പണ്ട് നമ്മൾ മീൻ പിടിച്ചോണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തുണ്ട് ബസ്സിന് വന്നാലോ എന്ന് അങ്ങോട്ട്. ഈ അവിടെ നിന്ന് ഈ റോഡിൽ കൂടെ ബസ്സുണ്ട്. എവിടെയെങ്കിലും ചെന്നിട്ട് ആ ബസ് മാറി കയറണം. അപ്പൊ ഇവിടെ മുറൂർ റോഡിൽ ചെന്നിട്ട് കയറണം. എന്തേ അങ്ങനെ? ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 2 കാലം എടുത്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുമ്പോ പോകണ്ട ഞാൻ വണ്ടിയെ പോകുന്ന എന്ന് വണ്ടി എടുത്തോണ്ട് പോകുന്ന ഞാൻ അങ്ങനെയല്ല, എന്നൊരിക്കൽ പോലും നടന്നു പോകാത്ത ഞാൻ 2 കാലം എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ചെന്നതും എന്നിട്ടും എന്നും വണ്ടിയെ പോകുന്ന സ്വന്തം ഞാൻ. അത് ഞാൻ ചൂടുള്ളപ്പോഴേ പോവുള്ളൂ. വിന്റർ ഞാൻ ജസ്റ്റ് ഇവിടെ വെറുതെ ഇരിക്കുമ്പോ വെയിറ്റ് ഇവിടെ വെറുതെ ഇരിക്കുമ്പോഴേ ഞാൻ ചോദിക്കാറുള്ള ഞാൻ ലേറ്റ് ആവുമ്പോ അന്ന് എന്നാ എന്തോ ഉണ്ടായിരുന്നു, എനിക്ക് യൂണിഫോം ഇല്ലായിരുന്നു, അപ്പൊ ലോണ്ടറിന്ന് വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഞാൻ അങ്ങനെ കാണിക്കുന്നതിന് ഓരോ എക്സ്ക്യൂസ് ഉണ്ട്. അല്ലത്തന്നെ എനിക്ക് നടന്നു പോകാൻ മടിയൊന്നുമില്ല ചിലരെ പോലെ. അല്ല ഞാൻ പറഞ്ഞു വന്നതൊന്നും അല്ല. ടാക്സ് എന്നാ പിന്നെ ടാക്സിക്ക് പോ. എന്തേ ടാക്സി എന്നെ അലർജി? അല്ല ഞാൻ പറയാൻ വന്നതൊന്നും അല്ല. മഹനേതിൽ നാട്ടിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് വണ്ടി ഉണ്ടല്ലോ അല്ലേ? അത് നാട്ടുകാരോട് പിന്നെ ഏത് റൈറ്റിലാണ് ജസ്റ്റ് പറഞ്ഞു ബസ്സിൽ എല്ലാരും കയറണമെന്ന്? ജസ്റ്റ് ഇവിടെ ബസ് ഗൈസ് നിങ്ങൾ കേൾക്കും. അല്ലല്ല ബെസ്റ്റ് അത്രയും പറയണ്ട. ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. കാഞ്ഞിരപ്പള്ളിക്ക് പോകണ്ട ഞാൻ കാഞ്ഞിരപ്പള്ളിക്ക് പോകാൻ ഒറ്റ ബസ് മാത്രം നോക്കി ഒറ്റ ബസ് അതുവഴി ഇല്ലെന്ന് പറയുന്നല്ലേ ഇത്. കാഞ്ഞിരപ്പള്ളിക്ക് പല ബസ് കയറിപ്പോ കേക്കറോട് കൂടെ ഇഷ്ടംപോലെ ബസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞത്. ഗൈസ് നിങ്ങളിത് കാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാത്ത ഈ ജസ്റ്റിയാണ് പറയുന്നത് ജസ്റ്റിയുടെ വണ്ടിയിൽ എല്ലാരും കയറണം. ഒരു വർഷം ഞാൻ 1-2 വർഷം ഞാൻ ഓഫീസിൽ 41 ബസ്സുകളെ പൊക്കൊണ്ടല്ലോ. അന്ന് വണ്ടിയില്ലായിരുന്നായിരിക്കും. വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു അന്ന് 1-2 തള്ളുന്നതിനൊക്കെ ഒരു മായം വേണം. എന്തിന്? അന്നവിടെ പാർക്കിംഗ് ഇല്ലാതിരുന്നപ്പോ സ്ഥിരം ഞാൻ ബസ്സിലായിരുന്നു പൊക്കൊണ്ടിരുന്നത്. എന്റെ ദൈവമേ എനിക്കറിയാൻ പറ്റില്ല. കുറച്ച് ദിവസം പോയി കളയും. എന്റെ ദൈവമേ ജസ്റ്റ് പണ്ട് ആദ്യമേ നമ്മളിവിടെ വന്ന സമയത്ത് ദുബായിക്ക് ബസ്സിന് പോയിട്ടുണ്ട്, സമ്മതിച്ചു. അതല്ലാതെ അത് വണ്ടിയൊന്നും ഇല്ലാത്ത സമയത്താ. യു ഡ്രൈവ് ജസ്റ്റിക്ക് എന്തെങ്കിലും ഉണ്ടോ ജസ്റ്റ് യു ഡ്രൈവ് എടുക്കും. അതല്ല ജസ്റ്റ് റെന്റിന് വണ്ടി എടുക്കും. സത്യം വിളിച്ചുറ ഇന്ന് വണ്ടി റെന്റിന് പറഞ്ഞിട്ടില്ലേ? അതെന്തേ ഇവിടെ ടാക്സി ഉണ്ട്, ബസ്സുണ്ട്, എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടും ഉണ്ട്. യു ഷുഡ് യൂസ്. എന്നിട്ട് ജസ്റ്റ് പറയുവാണ് നാട്ടിലുള്ളവർ നിങ്ങൾ വണ്ടി ഉപയോഗം നിർത്തൂ, എന്റെ ബസ്സിൽ കയറൂ. പ്രൈവറ്റ് ബസ് മുതലാളിമാരൊക്കെ ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ മിസ്റ്റർ ജസ്റ്റിൻ ജോളിക്ക്? ഇതാണ് സത്യം. ഞാൻ ന്യൂട്രലാ, എല്ലാവരും നിൽക്കും. മുതലാളിമാരോട് തിന്നുമല്ല, എല്ലാവരും 2 വള്ളത്തിലല്ല, ഞാൻ സത്യത്തിനൂടെ നിൽക്കും. ബൈ പറഞ്ഞു വന്നത് ജസ്റ്റ് 9:30 ഒന്ന് പോകാവോ? ഓഫീസിൽ പോകാനായിട്ട് ഞാൻ വല്ലതും നേർച്ചയും തരണോ? ഈ വീഡിയോ കാണുമ്പോൾ ആൾക്കാരൊക്കെ എന്ത് സുഖമാണ് ജസ്റ്റിൻ ചേട്ടന്റെ കമ്പനി ജോലിക്ക് കയറിയ 9:30 ആകുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞു ഇത് കണ്ടാരും കുന്തളിക്കണ്ട. ഈ കുന്തളി പൊള്ളി അവയെ ഒള്ളി ജസ്റ്റിക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണല്ലേ? അത് ഐ ടിക്ക് മാത്രമേ ഉള്ളൂ. ഐ ടിക്കാരെല്ലാവർക്കും ഈ കുന്തളിപ്പുണ്ടോ നിങ്ങളുടെ ഓഫീസിൽ? എനിക്ക് തോന്നുന്നില്ല. ഐ ടിയിലെ ചിലർക്ക് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ജസ്റ്റ് ഞാൻ എന്നാ ഒരു കാര്യം ചെയ്യാം. എന്നാൽ ഞാൻ ഇങ്ങനെ ജോലി റിസൈൻ ചെയ്താലോ? ഫുൾ ടൈം യൂട്യൂബറായിട്ട് ജോലി ചെയ്തതിനെ കുറിച്ച് എന്താണ് ജസ്റ്റിയുടെ അഭിപ്രായം? എടാ എന്നിട്ട് വേണം എന്നെ ഇട്ട് ഗോമിക്ക്, എന്നിട്ട് വേണം ഓരോരുത്തരുടെ കുത്തുവാക്കുകൾ ഞാൻ കേൾക്കാൻ. അങ്ങനെയൊന്നുമില്ല. ഇച്ചിരൂടെ കുറച്ച് നാളും കൂടെ ജോലി ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. അയ്യടാ ജേഡുവിന്റെ ഹൈസ്കൂളും
എൻ്റെ ജോലിയും തമ്മിലും അല്ലെ ജസ്റ്റിയുടെ കരിയറും എൻ്റെ ജോലിയും തമ്മിൽ ഒരു ബന്ധമില്ല. എനിക്ക് എപ്പോൾ ജോലി നിർത്തണമെന്ന് തോന്നുമ്പോൾ അപ്പം ഞാൻ നിർത്തും. എനിക്ക് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുമ്പം ജോലി നിർത്തണമെന്ന് എൻ്റെ ആഗ്രഹം. പൂമാനമേ ഒരു രാഗവേഹം താ എന്ന പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ആയിരിക്കുന്ന മുതലില്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആരും എന്നെ കണ്ട് വ്യാമോഹിക്കണ്ട. ഞാൻ ജോലി നിർത്തിയാൽ നിങ്ങളെയൊക്കെ പുന്നരിച്ച് നോക്കാമെന്നോ അങ്ങനെ ഒന്നും വട്ടക്കൊട്ട വെള്ളം കോരണ്ട. അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതാ പറഞ്ഞത്. എനിക്ക് പനിയാ, എന്താ ഇച്ചിരി കഞ്ഞി കുക്കറ ഇട്ടിട്ട് പോടാന്ന് പറഞ്ഞപ്പോൾ എനിക്കിന്ന് നേരത്തെ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞ മുതലാണ് ആയിരിക്കുന്നത്. എന്നിട്ട് ആൾക്കാർ ജസ്റ്റി മോൻ്റെ ചിരി കാണാൻ എന്ത് നല്ലതാ, ജസ്റ്റി എന്ത് പാവാ. ചിലരുടെ ചിരിയിൽ അങ്ങ് വീഴ്ത്തിക്കളയും. നമ്മളെയൊന്നും ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത എന്നാന്ന് വെച്ചാൽ നമ്മൾ സത്യങ്ങൾ വിളിച്ചു പറയും. എൻ്റെ പ്രശ്നം അത്. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ക്യാരക്ടർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞാൻ വിചാരിക്കാറുണ്ട് കുറച്ച് നാൾ പാവമായിട്ട് അഭിനയിച്ചാലോ എന്ന്. അഭിനയിക്കാൻ എനിക്ക് പാവമാണെന്നും പറ്റത്തില്ല, ഉള്ളത് ഞാൻ വിളിച്ചു പറയും. പക്ഷെ അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്നതുകൊണ്ട് ആൾക്കാർക്ക് അങ്ങനെയുള്ളവരെ ഇഷ്ടമല്ല. പക്ഷെ ഈ പാവം പോലെ ഇരിക്കുന്ന ദുഷ്ടന്മാരെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. സുഹൃത്തുക്കളെ, ഗായ്സ്, നിങ്ങൾ ഇമാതിരി ഉള്ളവരുടെ ചതിക്കുഴി വീടരുത്. അല്ലേ? എന്തെങ്കിലും പറയട്ടെ ഇതിനെക്കുറിച്ച്? ക്ലോക്കെ നോക്കിയിരിക്കുന്നത് അതുവഴി ആരെങ്കിലും വരുമോ? ഞാൻ പറഞ്ഞൊരു ടാക്സി എടുത്ത് പോവാൻ. ഇനിയിപ്പോൾ എന്നാ ടാക്സി എടുത്ത് പോകാനായിട്ടാ? എന്നെ കണ്ടു ഗൈസ്, കിറുങ്ങിയിരിക്കുകയാണ്. എന്നാലും ജസ്റ്റ് സാധാരണ എല്ലാ കെട്ടിയവന്മാരോട് പറയും ഏട്ടായി ജോലി കഴിഞ്ഞ് നേരത്തെ വരുമോ എന്നൊക്കെ. ഞാൻ മാത്രം പറയും ഒന്ന് ജോലിക്ക് പോയി തരുമോ പ്ലീസ്. ഇനി എനിക്ക് മേലെന്നൊന്നും പറഞ്ഞ് നേരത്തെ വരാനും നിൽക്കണ്ട കേട്ടല്ലോ. പണിയെല്ലാം ചെയ്ത് മൊത്തം തീർത്ത് സമാധാനത്തോടെ വന്നാൽ മതി. ഓടിപ്പിടിച്ച് ഇവിടെ വന്നിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല കേട്ടെ. ഓക്കെ, വിഷമായോ ജസ്റ്റ്? നിനക്ക് സങ്കടമായോടാ? ഇവിടെ വന്നിട്ട് കുറെ ബസ്സുകാരെ വിളിക്കാനല്ലേ? ഓടിക്കോ നീ. ബൈ, ഐ ലവ് യു.